ഹലോ ഫ്രണ്ട്സ്, ജ്യൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പോക്കറ്റാണ്, ചിക്കൻ ബ്രെഡ് പോക്കറ്റ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള സവാള അരിഞ്ഞ് ചേർക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിലയും മല്ലിയിലയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. ചിക്കൻ കുരുമുളക് പൊടിയും മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചതാണ്. ഇത് നന്നായി ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ചേർത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് വേണം. നമുക്ക് വേണ്ടത് എത്രയാണോ അത്ര എടുക്കാം. ഞാനൊരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊന്നെടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു ഗ്ലാസ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം. അങ്ങനെ എല്ലാ ബ്രെഡും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കട്ട് ചെയ്ത ബാക്കിയുള്ള ഭാഗങ്ങൾ കളയാൻ പാടില്ല. അത് നമുക്ക് ക്രംസിന് ആയിട്ട് ഉപയോഗിക്കാം. അതിന് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കതെല്ലാം പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഇനിയൊരു പാത്രത്തിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചിട്ട് വയ്ക്കാം. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പാൽ മതി. എന്നിട്ട് നന്നായി അടിച്ചെടുക്കണം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസും കൂടി എടുത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡും മുട്ടയിലേക്ക് മുക്കി ക്രംസിലേക്ക് ഇട്ട് പുരട്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും അങ്ങനെ ചെയ്തെടുക്കണം. എല്ലാ ബ്രെഡും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വറുക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് ഓരോ ബ്രെഡ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ബ്രെഡിൻ്റെ ഒരു ഭാഗം ശരിയായിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് എടുക്കാം. വറുത്തെടുത്തിട്ടുണ്ട്.
ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പോക്കറ്റ് പോലെ ചെയ്യണം. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാത്തിലേക്കും നിറച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.